സത്യം. ഒന്നിലേക്ക് ക്യാഷ് അല്ല ഓൺലൈൻ വഴി നേരിട്ട് എടുക്കണം. നോക്കണം താജ്മഹൽ കണ്ടാ നമ്മളാ ഇതിനിടയിൽ എന്താ ബ്യൂട്ടി അല്ലെ. ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള ആ ബിൽഡിംഗ് കാണാൻ പറ്റില്ല. പക്ഷെ ബാക്കി നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് സാധനം കാണും. അതെ, പക്ഷെ ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ യമുനാ നദി ഉണ്ട്. നീ ആ സമയത്ത് ചോദിച്ചില്ലായിരുന്നോ യമുനാ നദി എവിടെയെന്ന്? ഇതാണ് യമുനാ നദി, പക്ഷെ ഇപ്പൊ വരണ്ട് കിടക്കുന്നത് മാത്രം. അതെ, യമുനാ നദിയുടെ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് നമ്മൾ താജ്മഹലിന്റെ ഫ്രണ്ട് സൈഡ് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും ആ ഫ്രണ്ടിലൊക്കെ ചെന്നിട്ട് നമ്മൾ നോക്കിയാൽ ബാക്ക് സൈഡിൽ ചെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. നമുക്ക് ഇപ്പൊ തന്നെ നോക്കുമ്പോൾ കാണുമ്പോൾ അറിയാം ഫ്രണ്ടിൽ യമുനാ നദി ഒഴുകണില്ല വരണ്ട് കിടക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ, ഇത്ര ഈ യമുന ഗംഗയൊക്കെ അത്യാവശ്യം നല്ല വെള്ളം, നല്ല നദി ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന നദികളാണ് ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഐശ്വര്യം വരുന്നതുകൊണ്ടായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഡ്രൈ ആയിട്ട് കിടക്കുക. ശരിക്കും ആ ഒരു പുഴയൊന്ന് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സമയത്താണെങ്കിൽ കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. ഈ പുഴ കയറി വന്നിരിക്കുന്നത് പുഴ ഒഴുകുന്നുണ്ട്, പക്ഷെ പുഴ ഒരുപാട് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഒഴുകുന്നേ ഉള്ളൂ. നമുക്ക് ഈ ഭാഗം കണ്ടോടാ, ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഷാജഹാൻ ഒരു ബ്ലാക്ക് താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം ബ്ലാക്ക് മാർബിൾ കൊണ്ട്. കാരണം അതിന്റെ ചെറിയ അവശേഷങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ആ ടൂർ ഗൈഡുകൾ പറഞ്ഞത്. ഫോറിനേഴ്സ് അല്ലേ വന്ന് കാണാനിരിക്കണേ. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ട് ബാക്ക് സൈഡ്. അടിപൊളി സെറ്റ് ആയിട്ട് ഫ്രണ്ടിൽ നോക്കുന്ന ഫീൽ ഉണ്ടല്ലേ ബാക്ക് സൈഡ്. അത് പറയുമോ? അതെ, നാല് സൈഡ് ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷെ ആൾക്കാരെ നോക്കിയിട്ട് എന്നെ പുതിയ നോക്കിയിട്ട് നമ്മുടെ ഡിസ്റ്റൻസ് നിന്നിട്ടാണ് കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് താജ്മഹലിൽ നിന്ന് ഹൈറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് തീരെ പൊടി ആൾക്കാർ അതിന്റെ ആ സൈസ് കാണണം. അതാണ് അതിന്റെ. പക്ഷെ ഇത്രയും സൈസ് ഉണ്ടെങ്കിലും ഈ താജ്മഹൽ അങ്ങനെ ഭയങ്കര ഇതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ ഒരു അല്ലേ നല്ല ഭയങ്കര ഉയരായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഭയങ്കര സൈസാണ്. പക്ഷെ അത് നമ്മൾ നല്ല ഡിസ്റ്റൻസ് നിന്നിട്ടാണ് കാണുന്നത്. ഫോറിനേഴ്സ് വന്നിരിക്കാൻ നോക്കിയിട്ട് ഇവര് നമ്മൾ വരുമ്പോഴും ഇവിടെ തന്നെയുണ്ട്, നമ്മൾ പോകാൻ നേരത്ത് ഇവിടെ തന്നെയുണ്ട്. അവരിങ്ങനെ കാഴ്ച കണ്ട് അല്ല നമുക്കൊരു നല്ലൊരു ആംബിയൻസ് അല്ലേ, നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ലേ? നമ്മളും കുറെ നേരം ഇരുന്നിട്ടല്ലേ പോകുന്നേ. നമ്മള് നല്ല അടിപൊളിയായിട്ട് കുറെ അധികം നേരം നമ്മൾ അവിടെ ഇരുന്നത്. ആ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ വരുന്നു. നമുക്ക് അങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ തോന്നും. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കണം അല്ലെ. ഷാജഹാന്റെ സമയത്ത് അതെങ്ങനെയായിരുന്നു അവർ വന്നിരുന്നത്, എങ്ങനെയായിരുന്നു ഈ ബാക്ക് സൈഡൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ പ്രവേശനം ഉണ്ടോ ആവും. ദൂരേന്ന് കാണാതിരിക്കും. പക്ഷെ ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് പുറകെ വശത്തു നിന്നാണെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ട്. 15 രൂപ അല്ലെ. കാണാൻ നല്ല ആൾക്കാരുണ്ടല്ലോ. അല്ല നമുക്ക് നമ്മുടെ ഒരു ടെൻഷൻ ഫ്രീ ഒക്കെ ആവാൻ ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് എന്തോ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന നമുക്കൊരു പ്രത്യേക ഫീൽ കിട്ടും. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും താജ്മഹൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ സൺസെറ്റിന്റെ സമയത്ത് താജ്മഹൽ ബാക്ക് സൈഡിൽ നിന്ന് കാണുക.